ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് ഈ നേരം വരെയും ഇനി അങ്ങോട്ടുള്ള കുറെ ദിവസങ്ങളിലും സജീവമായി നിൽക്കാൻ പോകുന്ന ഒരു വാർത്തയിലേക്ക് ഒറ്റ ഒരു വാർത്തയിലേക്കാണ് PV അൻവർ അഥവാ PV വേഴ്സസ് പിണറായി. PV വേഴ്സസ് PV ആണോ? PV അൻവർ വേഴ്സസ് പിണറായി വിജയൻ. PV വേഴ്സസ് PV എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം എന്നതാണ് അറിയേണ്ടത്. അത് PV അൻവറിന്റെ ഭാഗത്തു നിന്നായാലും CPMന്റെ ഭാഗത്തു നിന്നായാലും മുഖ്യമന്ത്രിയുടെ മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അൻവർ പറയട്ടെ, ഞാനും പറയാനുള്ളത് പറയുമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതെ, അതുകൊണ്ട് ഈ ഇന്നലെ വെല്ലുവിളി അൻവർ ഏറ്റെടുത്തു. തീർച്ചയായും വീണ്ടും പറഞ്ഞു, കടത്തി പറഞ്ഞു, കടുപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് CPM എന്തായാലും ചെയ്യാനുള്ളത് ചെയ്തു തുടങ്ങി. വീട്ടുപടിക്കൽ ഫ്ലെക്സ് സൂക്ഷിച്ചോ എന്ന്. അപ്പോൾ CPM പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഹാർഡ് കോർ അണികൾ അല്ലെങ്കിൽ അണികളെ കൊണ്ട് പലതും ചെയ്യിക്കുന്ന പ്രാദേശിക നേതൃത്വം പണി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് വന്ന് ഇടതു സ്വതന്ത്രനായി ഒരുപക്ഷെ പാർട്ടിയിൽ അരനൂറ്റാണ്ടൊക്കെയായി പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, അത് ഇത്തവണത്തെ PV അൻവർ തുടക്കത്തിൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരായി രൂക്ഷ ആരോപണം ഉന്നയിച്ചപ്പോഴും മറ്റ് ഉള്ളവരെ ട്രീറ്റ് ചെയ്ത പോലെ അല്ല പാർട്ടി അൻവറിനോട് തുടക്കത്തിൽ കാണിച്ചത് എന്നതും കണ്ടതാണ്. അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ശ്രമിക്കുന്നു. പരസ്യമായി പറയല്ലേ എന്ന് പറയുന്നു. ഇവിടെ വന്ന് പറയൂ. ഇതൊക്കെയല്ലേ കണ്ടത്. എന്തായാലും അൻവറിന് പിന്നിൽ ആര്? അതാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ട സംഗതി. അൻവർ പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, CPMിലെ അനിഷേധ്യ നേതാവ്, CPMന്റെ സംവിധാനം, പാർട്ടി സെക്രട്ടറി കേന്ദ്രീകൃത സംവിധാനത്തെ അതല്ലാതാക്കി മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ച ആദ്യ നേതാവ്, തിരുവാക്ക് എതിർവായില്ല എന്ന് വിമർശകർ പറയുന്ന നേതാവ്, എണീറ്റ് നിന്ന് അങ്ങ് ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം സഹിഷ്ണുതയോടെ കേൾക്കാൻ തയ്യാറാകാതെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന നേതാവ്. ഇതൊക്കെയാണ് ശ്രീ പിണറായി വിജയന്റെ വിശേഷണങ്ങൾ. ആ പിണറായി വിജയനെ തുറന്ന് വെല്ലുവിളിച്ച് അങ്ങ് കഴിവ് കെട്ടവനാണ് എന്ന് വിളിച്ചു പറയുന്നു. അവിടെ എന്തൊക്കെ കള്ളത്തരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ അതെല്ലാം അങ്ങയുടെ അറിവോടെയാണ് എന്ന് വിളിച്ചു പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന എല്ലാവിധ ആരോപണങ്ങളെയും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയായിരുന്ന ശിവശങ്കറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലടക്കം അത് ആവർത്തിക്കുന്നു. വെല്ലുവിളിക്കുകയാണ് ഈ PV അൻവർ പിണറായി വിജയനെ, CPMനല്ല. നോക്കൂ, ഈ സംശയം ഒരുപക്ഷെ നമുക്ക് മാത്രമല്ല ഉള്ളത്. കാരണം PV അൻവറിന് പിന്നിൽ ആര് എന്നതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടി അന്വേഷണം ആരംഭിച്ചു, ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷെ ഇതിൽ ഏത് അന്വേഷണത്തിൽ യഥാർത്ഥ വിവരം കിട്ടും? യഥാർത്ഥ വിവരം ലഭിച്ചാൽ അത് മാധ്യമങ്ങളും ജനങ്ങളും അറിയുമോ? ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ഇപ്പോൾ ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ഒപ്പം നമ്മുടെ മറ്റു പ്രതിനിധികളെയും പ്രതീക്ഷിക്കുന്നു. കാര്യം ഇക്കാര്യത്തിൽ വളരെ കടുപ്പിച്ച നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം അൻവർ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ജനസമ്മതനാണ്. പറയുമ്പോൾ എല്ലാം പറയണം. കാര്യം ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുടെ ക്വാളിറ്റിക്ക് അപ്പുറം ലഭിച്ച വോട്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹം വീണ്ടും ജയിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വന്ന അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരുന്ന വോട്ടുകൾ കൊണ്ടുവരുന്നു. ഒപ്പം CPMലെ വോട്ടുകൾ നേടുന്നു, ജയിക്കുന്നു. നിലമ്പൂർ പോലൊരു സ്ഥലത്ത്, കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന നിലമ്പൂരിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഇടത് MLA ആകുന്നു. താൻ മരിക്കുന്നവരെ MLA ആയി തുടരുന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഇന്നലെ അൻവറിന്റെ വാക്കുകളിൽ കേട്ടിരുന്നു. എന്തായാലും ജനങ്ങൾ ഇത് എങ്ങനെ എടുക്കും എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ഒരു പക്ഷേ നിലമ്പൂർ കാണിച്ചു കൊടുക്കുമായിരിക്കാം. നമുക്ക് അതറിയില്ല. കാത്തിരുന്ന് കാണുകയും നിർവാഹമുള്ളൂ. എന്തായാലും ശിവദാസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ശിവദാസ് കന്മനം ചർച്ച മുഴുവൻ അൻവർ തന്നെയാണ്. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ തന്നെയാണ്. അൻവർ പറഞ്ഞതിനോട് യോജിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ കേരളത്തിലുണ്ട്. കാരണം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പിണറായി വിജയനെതിരെയാണ്. പിണറായി വിജയനെതിരെ CPMനുള്ളിൽ തന്നെ അടക്കിപ്പിടിച്ചും CPMന് പുറത്ത് CPIയിൽ പോലും സാമാന്യം പരസ്യമായും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വ്യാപകമായും എതിരാളികൾക്കിടയിൽ വളരെ തുറന്ന ചർച്ചയും സാധാരണ രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടില്ലാത്ത സാധാരണക്കാർക്കിടയിൽ വളരെ വ്യക്തമായും ശക്തമായും നിലനിൽക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് PV അൻവർ ഉന്നയിച്ചത്. പക്ഷേ ഉന്നയിച്ചത് PV അൻവർ ആയതുകൊണ്ടാണ് ചോദ്യം ഉയരുന്നത്. അൻവറിനെ കൊണ്ട് ഈ ആക്രമണം നടത്തിക്കുന്നത് ആരാണ്? അൻവർ പെരുമാറുന്നത് വളരെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ ഒരു
കൊട്ടേഷൻ സംഘാംഗത്തെ പോലെയാണ് അൻവർ പെരുമാറുന്നത്. അപ്പോൾ അൻവറിന് കൊട്ടേഷൻ കൊടുത്തത് ആര് എന്നുള്ള ചോദ്യം ഉയരുന്നില്ലേ ശിവദാസ്? തീർച്ചയായും പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന് പിന്നിൽ വലിയ ഒരു ശക്തി ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം അൻവർ ഈ നിലമ്പൂർ ഭാഗത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച അപ്പോൾ മുതൽ തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഒരു ഗുണ്ടാ സംഘത്തിൽ പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലുള്ള എല്ലാം തന്നെ പ്രചാരണം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് അൻവർ. അപ്പോൾ അൻവറിന്റെ നിലപാടുകളും പ്രതികരണങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാകും എന്നത് വ്യക്തമാണ്. കാരണം അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അൻവർ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. അനധികൃതമായ നിർമ്മാണങ്ങൾ അടക്കം നടത്തി അനധികൃതമായ പ്രവർത്തനങ്ങൾ നടത്തി അത്തരത്തിൽ ഒരു കച്ചവടക്കാരനായി വളർന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു സ്വതന്ത്രനായി ആദ്യം മത്സരിച്ചു. പിന്നീട് ഇടത് സംഘത്തിന്റെ അല്ലെങ്കിൽ CPM എല്ലാം സഹകരണത്തോടെ സ്വതന്ത്രനായി മത്സരിച്ച് അദ്ദേഹം ജയിച്ചു. 2 തവണ അത്തരത്തിൽ പി വി അൻവർ അങ്ങനെ വിജയിച്ചു. നിലമ്പൂരിനെ സംബന്ധിച്ച് വലിയൊരു സ്വാധീനം അണികൾക്കിടയിൽ പി വി അൻവറിനുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം നിലമ്പൂർ കോൺഗ്രസിന്റെ ഒരു കോട്ടയാണ്, UDFന്റെ ഒരു കോട്ടയാണ്, മുസ്ലിം ലീഗിലും വളരെ ശക്തിയുള്ള ഒരു കോട്ട കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. അവിടെ CPM വലിയൊരു മേധാവിത്വം നേടിക്കൊടുക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം അൻവറിന്റെ ഇടപെടലുകളിൽ അവർക്ക് പഞ്ചായത്തുകൾ ലഭിച്ചു. ചുങ്കത്തറ പഞ്ചായത്ത് അടക്കം അവർക്ക് ലഭിച്ചു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. അത്തരത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ബലത്തിൽ തന്നെയാണ് അൻവർ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ CPM ആഞ്ഞടിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM അനിഷേധ്യ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എതിരാളികൾ പോലും പലപ്പോഴും ബഹുമാനത്തോടെ പറയുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം മൂർച്ചയോടെയുള്ള വാക്കുകൾ സാധാരണ എതിരാളികൾ പോലും പറയാറില്ല. അൻവർ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഉള്ള ഒരു നേതാവ് CPM സംബന്ധിച്ച് CPM ചട്ടക്കൂടിനപ്പുറത്തേക്ക് വളർന്ന ഒരു നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഒരു ഇടത് സ്വതന്ത്ര MLA കൂടിയായ അൻവർ ഇത്തരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു ശക്തി അത് ഏത് എന്ന ചോദ്യം തന്നെയാണ് പൊതുജനങ്ങളും എല്ലാവരും ഉന്നയിക്കുന്നത്. കാരണം അൻവറിനെ സംബന്ധിച്ച് പാർട്ടികളിലുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിന് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു നേരത്തെ തന്നെ CPM സംബന്ധിച്ച് ഒരു വലിയ രീതിയിലുള്ള ഭിന്നത പാർട്ടിക്കുള്ളിൽ ഉണ്ട്. അത്തരത്തിൽ പിണറായി വിരുദ്ധ പക്ഷത്തിന്റെ ഒരു സപ്പോർട്ട് പി വി അൻവറിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ലോബികൾ അൻവറിന് ഉണ്ട്. അതായത് ഇത്തരം കച്ചവട താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരു ലോബികൾ അൻവറിന് സ്വന്തമായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങളുടെ ഒരു പിന്തുണയുണ്ട്. അത് വളരെ വലിയ ഒരു മാഫിയ സംഘം തന്നെയാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ഒരിക്കൽ പോലും അൻവർ തള്ളി പറയുന്നില്ല. മാത്രമല്ല സ്വർണ്ണക്കടത്ത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. അല്ലെങ്കിൽ അത് ആർക്കും സ്വർണം കൊണ്ടുവരാം, അത് ടാക്സ് അടച്ചാൽ മതി, അത്തരത്തിൽ സ്വർണം കൊണ്ടുവരാം എന്ന് പറഞ്ഞു അൻവർ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ വരെ പുറത്തുവിടുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അതിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് അവരോട് അഭിമുഖം നടത്തുന്ന ദൃശ്യങ്ങൾ വരെ അൻവർ പുറത്തുവിടുന്നു. അത്തരത്തിൽ പൂർണ്ണമായും സ്വർണ്ണക്കടത്ത് അനുകൂല നിലപാടുകൾ എടുക്കുന്ന ഒരു നടപടികളാണ് അൻവർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ പോലീസ് കൈക്കൊള്ളുമ്പോൾ ആ പോലീസിനെ തടയിടുക എന്ന ലക്ഷ്യവും അൻവറിന് ഉണ്ട്. പക്ഷേ പിണറായി ഒന്ന് മടങ്ങി വരാം. നമുക്ക് മറ്റൊരു പെർസ്പെക്റ്റീവ് എടുക്കേണ്ടതുണ്ട്. കാര്യം തലസ്ഥാനത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇതുവരെ നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയാം. ഇന്നലത്തെ പത്രസമ്മേളനവും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും കേട്ടിട്ടുണ്ടാവും. ഭരണതലത്തിലെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? തലസ്ഥാനത്തെ പ്രതികരണം എങ്ങനെയാണ്? പാർട്ടി കേന്ദ്രങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? രാഷ്ട്രീയ വൃത്തങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? കാരണം ഒരു സാധാരണക്കാരനെതിരെ ഒരു സാധാരണ ആരോപണമല്ല. കേരള കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരടിക്കുമ്പോൾ നടത്തുന്ന ആരോപണം പോലെയല്ല. പി വി അൻവർ എന്ന പഴയ മനസാക്ഷി പിണറായി വിജയൻ എന്ന അനിഷേധ്യ നേതാവിനെതിരെ വ്യക്തിപരമായി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഴിമതിയും കള്ളത്തരവും അങ്ങ് അറിഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങ് കഴിവില്ലാത്തവനാണ്. ആഭ്യന്തര വകുപ്പ് പരാജയം. ചില ഉന്നതർക്ക് മാത്രം എന്തുമാവാം. പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും നേതാക്കളും അഭിപ്രായം പറയാൻ ഭയപ്പെടുന്നു. ഇത് ഉന്നയിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്താണ് തലസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു ഫീൽ, ഒരു പ്രതികരണം? ശാലിനി.
പ്രദീപ് സർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ അങ്കലാപ്പിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ ഡൽഹിയിലടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് നാളെ വിശദമായി പ്രതികരിക്കാം എന്നുള്ളതാണ്, അതായത് ഇന്ന് പ്രതികരിക്കാം എന്നുള്ളതാണ്. മുതിർന്ന CPM നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് PB യോഗം നടക്കുന്നതിനാൽ. വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരത്തെ AK ബാലൻ 9:30 മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായിരിക്കും CPM-ന് പറയാനുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സന്തത സഹചാരി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ കഴിഞ്ഞ 8 വർഷമായി പ്രതിപക്ഷം പോലും ഉയർത്താത്ത രീതിയിൽ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് നിന്ന് വിമർശിക്കുന്നു. കടുത്ത ഭാഷയിൽ വിമർശിക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള മന്ത്രി റിയാസ് അടക്കമുള്ളവരെ പാർട്ടിയിലെ ഒന്നാമതാക്കാൻ വളർത്തിക്കൊണ്ടുവരുന്നതിനെ അതിരൂക്ഷമായ രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം മുഖ്യമന്ത്രി ഒഴിയണം, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാന മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ എന്നുള്ള പറച്ചിൽ അല്ലെങ്കിൽ ആ ഒരു തുറന്നു പറച്ചിൽ വളരെ അങ്കലാപ്പോടു കൂടി തന്നെയാണ് CPM കേന്ദ്രങ്ങൾ നോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു PV അൻവറുമായി ഇനി ഒരു യോജിപ്പിനോ അല്ലെങ്കിൽ ഇനിയൊന്ന് ചേർന്ന് പ്രവർത്തിക്കാനോ തങ്ങൾ തയ്യാറല്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയാണ്, പതിവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരേണ്ട ദിവസമാണ്. പക്ഷേ PB യോഗം നടക്കുന്നതിനാൽ തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നില്ല. പകരം അടുത്ത ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക. ഒപ്പം തന്നെ ഇന്ന് ഡൽഹിയിൽ ചേരുന്ന PB യോഗത്തിലും ഈ വിഷയം ചർച്ചയാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി തിരികെ പ്രതിരോധിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് വരിക. അതേസമയം തന്നെ ഇന്നും PV അൻവർ ആവർത്തിച്ചിട്ടുണ്ട്, തനിക്കൊപ്പം CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, താൻ ആരെയും ഭയപ്പെടുന്നില്ല, നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ തന്നെയാണ് താൻ ഒരുങ്ങിയിട്ടുള്ളത്, അതിന്റെ കൃത്യമായ തെളിവുകൾ തനിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്വർണം ഉരുക്കി നൽകുന്ന ആലയിലടക്കം ഇന്ന് പോകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ചലോ കൊണ്ടോട്ടി എന്ന പേരിൽ അദ്ദേഹം അത്തരത്തിൽ ചില പ്രസ്താവനകൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ADGP MR അജിത് കുമാർ അടക്കമുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇത്രയും വലിയ സംഭവങ്ങൾ അവിടെ നടന്നിട്ട് ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം. 180ഓളം സ്വർണ്ണക്കടത്തുകൾ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? അതിൽ ഇനി ഒരു പുനരന്വേഷണം നടത്തണം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ രീതിയിൽ ഉപജാപയുടെ കേന്ദ്രമായി മാറുന്നുണ്ട്, അത് കണ്ടെത്തണം. ശശി അടക്കമുള്ളവരെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് PV അൻവർ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ പ്രതിരോധങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെ എങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരാറുണ്ട്, അതല്ലെങ്കിൽ Facebook പോസ്റ്റിലൂടെ എങ്കിലും പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇത്രയധികം അതിരൂക്ഷമായ വിമർശനം ഒരു ഭരണപക്ഷ MLA ആയിരുന്ന നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിട്ട് ഒരു Facebook പോസ്റ്റോ ഒരു വാർത്താക്കുറിപ്പോ പോലും നൽകാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല. CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും എല്ലാവരും ഡൽഹിയിലാണ് ഉള്ളത്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രതികരണങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതേസമയം തന്നെ പാർട്ടിയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി ഇനി ഔദ്യോഗികമായി വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിക്കരുത്, പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന് ഒരു വര വരച്ചിട്ട PV അൻവർ ആണ് ഇന്നലെ തുറന്നടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. അത് തുടരുമെന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത് CPM ശക്തി കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. പ്രദീപ് പിള്ള. ശരി ശാലിനി, ശിവദാസ്, ഇത് നിങ്ങൾ തുടരണം, കാര്യം ഈ ചർച്ച തുടരണം. ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് അല്പസമയത്തിനകം നമുക്ക് കാണിക്കാം, M സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വച്ച ഫ്ലെക്സിൻ്റെ വീഡിയോ സഹിതം ഷെയർ ചെയ്തിരിക്കുന്നു. ഇതാണ് CPM-ലെ ചുണക്കുട്ടികൾ എന്ന മട്ടിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് മൊത്തം കാണാൻ പറ്റിയില്ല, അതിനു മുമ്പ് പുത്തൻ പുലരി തുടങ്ങി. അപ്പോൾ അതാണ് സന്ദേശം. ഇത് പറയാൻ ആഗ്രഹിച്ചത് പെട്ടെന്ന് M സ്വരാജ് പിണറായി വിജയന് വേണ്ടി രംഗത്തിറങ്ങിയതാണോ അതടക്കം ചർച്ച ചെയ്യണം. അതോ PV അൻവറിനെ പോലെയുള്ളവരെ വെച്ചു വാഴിച്ചിരുന്ന സംവിധാനത്തോടുള്ള എതിർപ്പാണോ M സ്വരാജ് പ്രകടിപ്പിക്കുന്നത്?
അനഭിമതനായി, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് എതിരിട്ടു, പാർട്ടിയോട് തെറ്റുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ എന്ന പണം രംഗത്ത് പത്തെങ്കിൽ പെട്ടെന്നാണോ എം സ്വരാജിനെ പോലെയുള്ള ഹാർഡ് കോർ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി ഉറച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പെട്ടെന്നുണ്ടായൊരു വിരോധാവില്ലല്ലോ അല്ലേ? എന്തായാലും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പോലെയല്ല ഇതിന് ജനങ്ങൾക്ക് മുമ്പിലും പാർട്ടിയിലെ മറ്റ് അണികൾക്ക് മുമ്പിലും നേതൃത്വത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുകയും വേണമല്ലോ, അൻവർ പറയട്ടെ ഞാനും പറയാമെന്ന്. അതുകൊണ്ട് ആ മറുപടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവർ പറഞ്ഞു. അതെ, ഇനി മുഖ്യമന്ത്രി എന്ത് പറയും എന്നറിയാൻ, മാത്രമല്ല നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും എന്ത് പറയും ഈ വിഷയത്തിൽ എന്നറിയാൻ കൂടി ഒരു ആഗ്രഹം ഒരുപക്ഷെ ജനങ്ങൾക്കുണ്ടാവും. പറഞ്ഞു വന്നപ്പോൾ അത് വിട്ടു. അതായിരുന്നു ഒരു പ്രധാന പരാമർശം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. റിയാസ് മാത്രം മതിയോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ അൻവർ ഉന്നയിച്ചിരിക്കുന്നത് മറ്റ് അണികളെ ചോദ്യം കൂടിയാണോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഇതിനു കൂടി മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ മറുപടിയും ഉണ്ടാകും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആ ചോദ്യവുമായി അദ്ദേഹത്തിന് മുമ്പിൽ എത്തുമെന്നത് തീർച്ചയാണ്. ഇനി അതിനൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് അറിയേണ്ടത്. റിയാസ് മാത്രം മതിയോ എന്നുള്ള ചോദ്യം ഒറിജിനലി ഉയരുന്നത് എവിടെ നിന്നാണ്? എന്തായാലും PV അൻവറിന് പിന്നിൽ ഈ പറയുന്ന ഏതെങ്കിലും മാഫിയ സംഘം, കള്ളക്കടത്ത് സംഘം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിയാസ് വന്നാൽ എന്താണ്, പോയാൽ എന്താണ്? റിയാസ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവണ്ടേ? അതല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി ഇതൊന്ന് തിരിച്ചുവിടാൻ വേണ്ടി അൻവർ പ്രയോഗിച്ച ഒരു ഡയലോഗുമാകാം.